ഹായ് ഫ്രണ്ട്സ്, അഴിച്ചുപണിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് i20-ൽ നമുക്ക് മെയിനായിട്ട് വരുന്ന കുറച്ച് AC റിലേറ്റഡ് ഇഷ്യൂസും അതേമാതിരി തന്നെ എയർ ഫിൽറ്റർ എങ്ങനെ മാറ്റാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ്. അപ്പോൾ നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. പരിപാടിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി മൊബൈൽ ലഭിക്കുന്നതായിരിക്കും. അതേപോലെ ഇതുവരെ എൻ്റെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് ഫോളോ ചെയ്യുക. ഫേസ്ബുക്ക് പേജിൻ്റെ പേര് സത്യാസ് അഴിച്ചുപണി എന്നാണ്. ഇൻസ്റ്റാഗ്രാമിൽ അഴിച്ചുപണി എന്നുള്ള പേജ് തന്നെയാണ്. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയാണ് ഞാൻ മിക്കവാറും നമ്മുടെ യൂസേഴ്സിൻ്റെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആൻസർ ചെയ്യാറുള്ളത്. അതല്ലാതെ നമുക്ക് വാട്സാപ്പ് ഞാൻ യൂസ് ചെയ്യാറില്ല. ആർക്കെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദയവായി ഇൻസ്റ്റാഗ്രാമിൽ ഡി മെസ്സേജ് ആയിട്ട് അയയ്ക്കുക. ഇപ്പോൾ പരിപാടിയിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ ഹ്യുണ്ടായി i20-ലെ AC-യുടെ സെൽഫ് ഡയഗ്നോസ്റ്റിക് ഫീച്ചറാണ്. അപ്പം അത് ചെയ്യാനായിട്ട് വേറെ ഒന്നും ചെയ്യണമെന്നില്ല. കാറ് നമ്മൾ ഓണാക്കുക. അപ്പോൾ ഇതിപ്പോൾ AC ഓണായിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ AC ഓഫാക്കുക. ഓഫാക്കിയതിന് ശേഷം ഓഫ് ബട്ടൺ ഞെക്കി പിടിച്ചിട്ട് ഈ മൂന്ന് സ്വിച്ച് ഏതെങ്കിലും ഒരു സ്വിച്ച് 4 തവണ ഞെക്കുക. അതായത് ഇതിങ്ങനെ ഞെക്കി പിടിച്ചിട്ട് 1 2 3 4 4 തവണ ഞെക്കി കഴിയുമ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് റീസെറ്റിൻ്റെ ഇതൊക്കെ കാണിക്കും. അതിനുശേഷം ഇവിടെ ഈ ബ്ലിങ്ക് ചെയ്യുന്ന 00 എന്നുള്ള കോഡാണ് എറർ കോഡ്. അപ്പം നിങ്ങളുടെ ഏതെങ്കിലും ആക്ച്വേറ്റേഴ്സ്, ഇതിൻ്റെ അകത്തുള്ള ഏതെങ്കിലും ആക്ച്വേറ്റേഴ്സ് ഡാമേജ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇവിടെ കോഡ് കാണിക്കും. അപ്പോൾ നിങ്ങൾ ഹ്യുണ്ടായി സർവീസ് സെൻറ്ററിൽ പോയിട്ട് AC ഇങ്ങനെ ഒരു കോഡ് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് അപ്പോൾ തന്നെ പെട്ടെന്ന് കാര്യം മനസ്സിലായത് ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പം ഇതൊരു സെൽഫ് ഡയഗ്നോസ്റ്റിക് ഫീച്ചറാണ്. ഇത് നമുക്ക് യൂസ് ചെയ്യണതിന് കുഴപ്പമില്ല. വൺസ് ഈ മോഡിൽ വന്നു കഴിഞ്ഞാൽ തിരിച്ച് ഈ ഓഫ് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ AC പഴയ രീതിയിലാവും. പലപ്പോഴും രണ്ടാമത്തെ പ്രശ്നം വരാറുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോങ് ഡ്രൈവൊക്കെ പോകുമ്പോൾ നമ്മുടെ AC-യുടെ കൂളിംഗ് ഓയിൽ എന്ന് പറയുന്നത് നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ ഉള്ളിൽ വരുന്നൊരു കോയിലാണ്. അതിൽ കൂടെ കാറ്റ് അടിച്ചതിന് ശേഷമാണ് നമുക്ക് തണുത്ത കാറ്റായിട്ട് നമുക്ക് കിട്ടുന്നത്. AC എന്നുള്ള തണുത്ത കാറ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂളിംഗ് കോയിലിൽ ഐസ് ബിൽഡപ്പ് ആവും. വല്ലാണ്ട് തണുത്തിട്ട് ഐസ് ബിൽഡപ്പ് ആവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യുണ്ടായി നമ്മുടെ വണ്ടിയുടെ കംപ്രസർ, അവിടെ ഒരു സെൻസർ ഉണ്ട്. ആ സെൻസർ വർക്ക് ചെയ്തിട്ട് നമ്മുടെ കംപ്രസർ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോപ്പ് ആവുകയാണ് സാധാരണ ചെയ്യാറ്. ചില സമയത്ത് അത് വർക്ക് ചെയ്യില്ല. ചില സമയത്ത് എൻ്റെ വണ്ടിയിൽ ചില സമയത്ത് അത് വർക്ക് ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും വേറെ ഒന്നും ചെയ്യണമെന്നില്ല. കുറച്ച് നേരത്തേക്ക് AC ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ടതിന് ശേഷം നോർമലായിട്ട് വണ്ടി ഓടിച്ച് പോയി കഴിഞ്ഞതിന് ശേഷം AC ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നം ക്ലിയർ ആവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഐസ് ബിൽഡപ്പ് ആയ സാധനം ഓട്ടോമാറ്റിക്കായിട്ട് ഐസ് കംപ്ലീറ്റ് വെള്ളമായി പോയിട്ട് നമുക്ക് പിന്നെ AC വർക്കാവും. അപ്പോൾ അത് വലിയ ഒരു പ്രശ്നമല്ല. രണ്ടാമത്തെ ഒരു പ്രശ്നം വന്നതാണ് നമ്മുടെ AC-യുടെ ഫിൽറ്റർ ചിലപ്പോൾ ഇതേമാതിരി പൊടി പിടിച്ച് അടഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ രീതിയിൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും മാറില്ല. എയർ ഫിൽറ്റർ ഒന്നില്ലെങ്കിൽ അഴിച്ച് ക്ലീൻ ചെയ്ത് രണ്ടാമത് ഇടേണ്ടി വരും. അതല്ലാന്നുണ്ടെങ്കിൽ ഫിൽറ്റർ റീപ്ലേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഫിൽറ്റർ എങ്ങനെയാണ് റീപ്ലേസ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പം AC ഫിൽറ്റർ വരുന്നത് നമ്മുടെ പാസഞ്ചർ സൈഡിൽ ഈ ഗ്ലൗ ബോക്സിൻ്റെ അകത്താണ്. ഗ്ലൗ ബോക്സിൻ്റെ കണ്ടൻസൊക്കെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഈ ഗ്ലൗ ബോക്സ് ഇതിങ്ങനെ പിടിക്കുക. രണ്ട് സൈഡും വാൾ ഇങ്ങനെ പിടിച്ചിട്ട് ഉള്ളിലേക്ക് സ്ക്വീസ് ചെയ്യുക. ഇങ്ങനെ വളച്ചതിന് ശേഷം നേരെ താഴത്തേക്ക് എടുത്താൽ മതി. അപ്പം നമുക്കിതിങ്ങനെ തുറന്ന് കിട്ടിയതിന് ശേഷം ഈ കാണുന്ന സാധനം ഇത് കണ്ടോ, ഈ കാണുന്നതാണ് ഇതിൻ്റെ AC ഫിൽറ്ററിൻ്റെ കവർ. ഈ AC ഫിൽറ്ററിൻ്റെ കവർ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിവിടെ ഒരു ക്ലിപ്പുണ്ട്. പൊക്കത്തുനിന്ന് താഴത്തേക്ക് സ്ക്വീസ് ചെയ്താൽ മതി. ക്ലിപ്പ് ഇങ്ങനെ സ്ക്വീസ് ചെയ്തിട്ട് വലിച്ചെടുക്കുക. കണ്ടോ, അപ്പോൾ ഈ വെളുത്ത കളറിൽ കാണുന്നതാണ് ഇതിൻ്റെ എയർ ഫിൽറ്റർ. ഇപ്പോൾ ഈ എയർ ഫിൽറ്റർ നമുക്ക് പതുക്കെ വലിച്ചെടുക്കാം. കണ്ടോ, ഇതാണ് നമ്മുടെ എയർ ഫിൽറ്റർ. അപ്പം ഇത് വലിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കുക. ഇതിപ്പോൾ പുതിയ എയർ ഫിൽറ്ററാണ്, ഞാൻ ഇന്നലെ മാറ്റിയേ ഉള്ളൂ. അപ്പം വൃത്തിയാക്കിയതിന് ശേഷം തിരിച്ച് അതേമാതിരി തന്നെ എടുത്ത് ഉള്ളിലേക്ക് കയറ്റുക, ഫിക്സ് ചെയ്യുക. ഉള്ളിലേക്ക് തള്ളി വെച്ചതിന് ശേഷം നമ്മുടെ കവറ് തിരിച്ച് കയറ്റിയിടാവുന്നതാണ്. അപ്പം ഈ കവറ് ഇങ്ങനെ തന്നെ തിരിച്ച് കയറ്റുക. ഇവിടെ ഒരു ലോക്കുണ്ട്. ആ ലോക്കിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചതിന് ശേഷം
വെറുതെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോക്കായി. നമ്മുടെ ഈ ഗ്ലൗ ബോക്സ് പിടിപ്പിക്കണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 4 ഇത് കണ്ടോ, ഇതിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഊരിപ്പോരും. 4 ഹുക്ക് ഉണ്ട് ഇവിടെ കണ്ടോ, ഹിഞ്ചസ് ഉണ്ട്. അതിൻ്റെ അകത്തേക്ക് വെറുതെ ഹുക്ക് ചെയ്ത് വെക്കുക, വെച്ച് പുഷ് ചെയ്യുക. അത് ഗ്ലൗ ബോക്സ് കമ്പാർട്ട്മെൻ്റ് എടുത്ത് വെച്ചിട്ട് പുഷ് ചെയ്തതിന് ശേഷം ഇത് ഇതേമാതിരി സ്ക്വീസ് ചെയ്തിട്ട് തിരിച്ചുള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ സംഭവം ക്ലീനായി. ഇങ്ങനെയാണ് നമ്മൾ AC ഫിൽറ്റർ മാറ്റുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ബട്ടൺ അടിക്കുക. അതേമാതിരി തന്നെ എന്തെങ്കിലും കമൻസോ സജഷൻസോ ഉണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേമാതിരി ഏതെങ്കിലും സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ട് തോന്നുന്നു എന്നുണ്ടെങ്കിൽ ദയവായി ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി മൊബൈലിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.